അതിനിടെയാണ് സംഘടനാ ഭാരവാഹിത്വത്തിൽ നിന്ന് നിജേഷ് അരവിന്ദ് രാജിവെച്ചിരിക്കുന്നത്. കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് രാജിവെച്ചത്. കത്ത് KPCC അധ്യക്ഷന് കൈമാറിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതലയിൽ നിന്ന് ബോധപൂർവം മാറ്റി നിർത്തിയെന്നാരോപിച്ചുകൊണ്ടാണ് രാജി സമർപ്പിച്ചത്. സമീർ C. മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സമീർ, എന്താണ് നിജേഷിന്റെ രാജിയിലേക്ക് എത്തിച്ചത്? ദിവ്യ, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തന്നെ ചില അസ്വസ്ഥതകളൊക്കെ തന്നെ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. ആ വേളയിൽ ചില ഫേസ്ബുക്ക് കുറിപ്പുകളൊക്കെ നിജേഷ് അരവിന്ദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. നേതാക്കളുടെ പെട്ടി തൂക്കിയും കാല് പിടിച്ചുമൊന്നും സ്ഥാനാർത്ഥിയാകാൻ താനില്ല, അത്തരത്തിലല്ല താൻ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആരുടെയും പിറകെ നടക്കാനോ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിക്കൊണ്ട് കഠിന പരിശ്രമമായിക്കൊണ്ട് മുന്നോട്ട് പോകാനോ താനില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് കുറിപ്പിൽ ഉണ്ടായിരുന്നത്. പിന്നീട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു. അതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു അമർഷം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു. അതിന് പിറകെയാണ് പിന്നീട് പ്രധാനപ്പെട്ട ഒരു പോസ്റ്റുകളിലേക്കും അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടാകുന്നത്. ഈ വിവിധ മണ്ഡലങ്ങളുടെ ചുമതലകളൊക്കെ പല ആളുകൾക്കും നൽകി, പക്ഷേ കാര്യമായ ഒരു ചുമതലയിലേക്കും നിജേഷ് അരവിന്ദിനെ പരിഗണിച്ചില്ല. DCC ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. മാത്രമല്ല വലിയ സ്വീകാര്യനായ ഒരു വ്യക്തി കൂടിയാണ്, വലിയ പ്രഭാഷകനാണ്. അതുപോലെ തന്നെ യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യനായ വ്യക്തിയാണ്. മാത്രമല്ല കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന വേളയിലെല്ലാം തന്നെ അതിനെ പ്രതിരോധിക്കാനെത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് നിജേഷ് അരവിന്ദ്. ചാനൽ ചർച്ചകളിലൊക്കെ അദ്ദേഹം ഒരു സ്ഥിര സാന്നിധ്യമായ ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ വലിയ സ്വീകാര്യനായ ഒരു വ്യക്തിയായിട്ട് പോലും അദ്ദേഹത്തിന് അർഹമായ ഒരു പരിഗണനയും പാർട്ടി നൽകിയില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. അതിൽ വലിയ അമർശമുണ്ടായിരുന്നു. ആ അമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. KPCCക്ക് ഈ രാജി സംബന്ധിച്ചുള്ള അറിയിപ്പ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള കത്ത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു കോഴിക്കോട് DCCയിൽ മാത്രമുള്ള ഒരു വിഷയമായിട്ടല്ല അദ്ദേഹം കാണുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. KPCC നേതാക്കളെയൊക്കെ ഇക്കാര്യം നേരത്തെ തന്നെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അർഹമായ ഒരു പ്രാധാന്യവും പാർട്ടിയിൽ നിന്ന് തനിക്ക് ലഭ്യമാകുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് ചുമതലയിൽ ഉണ്ടായില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പൂർണ്ണമായും അദ്ദേഹത്തെ വെട്ടിമാറ്റുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ പല തലങ്ങളിലുള്ള വെറുപ്പ്, പല തലങ്ങളിലുള്ള അവഗണന അദ്ദേഹം നേരിട്ട് കൊണ്ടേയിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രാജി വെച്ചുകൊണ്ടുള്ള അറിയിപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല അത് കോഴിക്കോട് DCCയിലെ ആദ്യത്തെ ഒരു ഭാരവാഹി രാജിയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇനിയും ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കോഴിക്കോട് DCC പ്രസിഡന്റിനെതിരെ വലിയൊരു അമർഷം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല അതുപോലെ തന്നെ മറ്റ് നേതാക്കൾക്കെതിരെയും ഇത്തരം അമർഷമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ആദ്യത്തെ ഒരു രാജിയായിട്ട് വേണം നമുക്ക് നിജേഷ് അരവിന്ദിന്റെ ഈ രാജി മനസ്സിലാക്കാൻ. ഏതായാലും വലിയ പ്രതിസന്ധി കോൺഗ്രസിനകത്ത് ഇതിനോടകം തന്നെ ഉടലെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റിസൾട്ട് വരുന്നതോടുകൂടെ ആയിരിക്കും വലിയ പരാജയം ആണ് ജില്ലയിൽ ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായും അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് തന്നെ ആയിരിക്കും എത്തിക്കുക. ഏതായാലും ഇപ്പോൾ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് താൻ രാജിവെക്കുന്നു എന്നാണ് നിജേഷ് അരവിന്ദ് വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസിൽ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. DCC ജനറൽ സെക്രട്ടറി സ്ഥാനം നിജേഷ് അരവിന്ദ് രാജിവെച്ചിരിക്കുകയാണ്. തനിക്ക് പാർട്ടിക്കുള്ളിൽ ഉണ്ടായ അവഗണനകൾ ചൂണ്ടിക്കാട്ടിയാണ് രാജി KPCC അധ്യക്ഷന് കൈമാറിയിരിക്കുന്നത്. സമീർ C. മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.